ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. സപ്പോർട്ട് ചെയ്യാത്തവർ ഇനിയെങ്കിലും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഒരു മീഡിയം സൈസ് വല്യുള്ളി, പിന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഗ്രീൻ പീസ് തലേന്ന് കുതിർത്ത് വെച്ചത്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഒന്ന് കറക്കിയെടുത്താൽ മതി. അധികം തരിയും വേണ്ട, അധികം അരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കളറ് വേണമെങ്കിൽ പച്ച കളറ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇച്ചിരി ഒരു തൊള്ള് കളറ് ഇട്ടിച്ച് കൊടുത്തിട്ട് ഫുഡ് കളറ്. ബാക്കി നമ്മൾ മുറിച്ച് വെച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പും എല്ലാം, എന്നാലും അതിൻ്റെ ചുവ അതിൽ പിടിക്കുള്ളൂ. അതും അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ പീസ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്രീൻ പീസ് വട ഉണ്ടാക്കിയെടുക്കാം. പരിപ്പ് കൊണ്ട് മാത്രം ഉണ്ടാക്കി ശീലിച്ചവർ ഗ്രീൻ പീസ് കൊണ്ട് ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കറുമുറാന്ന് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, ഒരു നുള്ള് കായപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയുമാണെങ്കിൽ എരിവ് ആവശ്യമുള്ളവർ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് പരിപ്പ് പോലെ എന്താ പറയുക, ഇതുപോലെ നമ്മൾ കുഴച്ചാലൊരു ഒതുങ്ങി കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കടലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് നല്ലോണം പാകത്തിന് എന്ത് ചെയ്യുക, ഇതുപോലെ ഉരുളകളായിട്ടോ പരത്തിയിട്ടാണ് നമ്മൾ സാധാരണ വട ഉണ്ടാകുക. അതുപോലെ ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടാനുസരിച്ചും ചെയ്യാമല്ലോ. എന്തായാലും റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ല കറുമുറാന്നായിട്ട് മൊരിഞ്ഞിട്ട് കിട്ടുമ്പോൾ കട്ടൻ ചായയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മഴയുള്ള സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 4 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ടുന്ന സമയത്തേക്കും വിരുന്നുകാർക്കും എങ്ങനെ വേണേലും സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ആ പച്ച കളർ നിൽക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കളറുണ്ട്, ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. നല്ല പച്ച കളർ കിട്ടുട്ടോ. നമ്മളിവിടെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ബാക്കിയിലേക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് നല്ല മുരുമുരാന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കൊണ്ടുള്ള വടയാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ മുഴുവനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല അടിപൊളി ഭംഗിയുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കട്ടൻ ചായ ആയാൽ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കുന്നവർ ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക കമൻറ്റിൽ. നമ്മൾ അടുത്ത ഉണ്ടാക്കി നോക്കുമ്പോൾ ട്രൈ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞു തരാം. എന്തായാലും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.